അൻവർ ഇന്നലെ പാർട്ടിയെ വെല്ലുവിളിച്ചുകൊണ്ടാണ് പത്രസമ്മേളനം നടത്തിയിട്ടുള്ളത്. അൻവർ നേരത്തെ ചില വിഷയങ്ങൾ ഉന്നയിച്ചു. അത് സംബന്ധിച്ച് ഗവൺമെന്റ് മുഖ്യമന്ത്രി അദ്ദേഹത്തെ MLA എന്നുള്ള നിലക്ക് വിളിച്ച് സംസാരിക്കുകയും ഇനി ഞാൻ പാർട്ടിക്കെതിരെ ഒന്നും പറയില്ല, പരസ്യമായ പത്രസമ്മേളനം നടത്തില്ല എന്ന് പറയുകയും ചെയ്തിട്ടുള്ള ആളാണ്. ഇന്നലെ വളരെ പെട്ടെന്നാണ്, വീണ്ടും പ്രകോപിതനായ രീതിയിലാണ് ഇന്നലെ അദ്ദേഹം പാർട്ടി നേതാക്കന്മാരെ, മുഖ്യമന്ത്രിയെ, എല്ലാവരെയും വളരെ മോശമായി ചിത്രീകരിച്ചുകൊണ്ട് പത്രസമ്മേളനം നടത്തിയത്. അൻവർ CPM-ന്റെ പിന്തുണയോടുകൂടി ജയിച്ചിട്ടുള്ള MLA ആണ് നിലമ്പൂരിൽ നിന്ന് 2016. അൻവർ MLA എന്നുള്ള നിലക്ക് അദ്ദേഹം CPM-ന്റെ നിയമസഭാ കക്ഷി അംഗമാണ്. ആ നിലക്ക് അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ അവിടെ പറയാം. അത് പറയാതെ പത്രക്കാരെ വിളിച്ചിട്ടാണ് ഗവൺമെന്റിനെതിരായിട്ടുള്ള വിമർശനങ്ങൾ ആദ്യം ഉന്നയിച്ചത്. അദ്ദേഹം ഉന്നയിച്ച വിഷയം സംബന്ധിച്ച് പരിശോധന നടത്താൻ തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. ADGP അടക്കമുള്ള ആളുകളെ സംബന്ധിച്ച് അദ്ദേഹം ഉന്നയിച്ച വിഷയങ്ങൾ പരിശോധിക്കാൻ തീരുമാനമെടുത്തിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം പാർട്ടിയെക്കുറിച്ച്, പാർട്ടി നേതാക്കന്മാരെ കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് കുറച്ച് കടന്ന രീതിയിലാണ്. അപ്പോൾ CPM-നെ കുറിച്ച് അങ്ങനെ പറയാനുള്ള യാതൊരു അർഹതയോ ഒന്നും അൻവറിനില്ല. കാരണം അൻവർ CPM-ന്റെ ഒരു അനുഭാവി ഗ്രൂപ്പിലെ മെമ്പർ പോലുമല്ല. 2016 MLA ആയിട്ടും പാർട്ടി അദ്ദേഹത്തെ പാർട്ടിയുടെ ഘടകങ്ങളിലേക്കൊന്നും എടുത്തിട്ടില്ല. അതേസമയത്ത് എത്രയോ മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് വന്നിട്ടുള്ള ആളുകൾ പാർട്ടിയിൽ വന്ന് അധികകാലം ആവുന്നതിന് മുന്നേ പാർട്ടിക്ക് അകത്തു വരും. അതുപോലെ പാർട്ടിയുടെ ഏതെങ്കിലും സംഘടനകൾ പ്രവർത്തിക്കും. എന്നാൽ അൻവർ അതൊന്നുമില്ല. അത് കാരണം അൻവർ അങ്ങനെ അതിന് പറ്റിയ ആളല്ല എന്ന് നന്നായി പാർട്ടിക്ക് അറിയുന്നതുകൊണ്ട് തന്നെയാണ് MLA എന്നുള്ള നിലക്ക് അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് അവിടെ. അപ്പൊ അദ്ദേഹത്തെ CPM-നെ സംബന്ധിച്ച് അൻവർ എന്ന് പറയുന്നത് ഇങ്ങനെ വെല്ലുവിളിച്ചാൽ തകരുന്നൊരു പാർട്ടിയല്ല CPIM. ഇപ്പൊ പാർട്ടിയുടെ സമ്മേളനങ്ങൾ നടക്കുകയാണ്. കേരളത്തിൽ 35,000 ബ്രാഞ്ച് സമ്മേളനങ്ങളാണ് സെപ്റ്റംബർ മാസത്തിൽ നടക്കുന്നത്. വയനാട് ജില്ലയിൽ തന്നെ 806 ബ്രാഞ്ചുണ്ട്. ഇപ്പൊ തന്നെ 700ഓളം ബ്രാഞ്ച് സമ്മേളനങ്ങൾ കഴിഞ്ഞു. ഈ ഒരു മാസത്തിൽ തന്നെ, സെപ്റ്റംബറിൽ തന്നെ കഴിഞ്ഞു. അതിന്റെ ഒരു സംഘടനാ സംവിധാനം അങ്ങനെയാണ്. അല്ലാതെ അൻവർ പറയുന്ന പോലെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തിയോ ഏതെങ്കിലും ഒരു നേതാവിനൊന്നും പറയാൻ പറ്റുന്ന അവസ്ഥ പാർട്ടിയിൽ ഇല്ലാത്ത സ്ഥിതിയോ, എല്ലാവരും ചങ്ങലയ്ക്ക് ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്, ആരും മിണ്ടുന്നില്ല എന്നെല്ലാം അൻവറിനെ ഈ പാർട്ടിനെ കുറിച്ച് അറിയാം. ഇപ്പൊ ഞാൻ പാർട്ടി സംസ്ഥാന കമ്മിറ്റി മെമ്പറാണ്. പാർട്ടി സംസ്ഥാന കമ്മിറ്റിയിൽ ഏത് രാഷ്ട്രീയ പ്രശ്നങ്ങളായാലും നയപരമായ പ്രശ്നങ്ങളായാലും പാർട്ടി സംസ്ഥാന കമ്മിറ്റി ചർച്ച ചെയ്തിട്ടാണ് തീരുമാനമെടുക്കുക. അത് LDF-ന്റെ കൂടി ചർച്ചയ്ക്ക് വിധേയമാക്കിക്കൊണ്ടാണ് ഗവൺമെന്റിന്റെ നയങ്ങൾ രൂപീകരിക്കുന്നത്. അത് വളരെ കൃത്യമായ ജനാധിപത്യപരമാണ്. അത് ഏതെങ്കിലും മുഖ്യമന്ത്രിയോ ഏതെങ്കിലും ഒരു മന്ത്രിയോ ഏതെങ്കിലും ഒരു പാർട്ടി നേതാവോ ഒറ്റയ്ക്ക് തീരുമാനിക്കുന്ന ഒരു നയപരമായ കാര്യവും ഈ ഗവൺമെന്റ് എടുക്കാറില്ല. അപ്പോൾ ഞങ്ങളുടെ പാർട്ടി കമ്മിറ്റികളിൽ ഓരോ വ്യക്തിക്കും ഉള്ള അഭിപ്രായങ്ങളടക്കം രേഖപ്പെടുത്തിക്കൊണ്ടാണ് പാർട്ടി ഇത്തരം രാഷ്ട്രീയ പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിക്കുന്നത്. പിന്നെ അൻവർ പറയുന്നത് പോലീസിൽ